ഇമ്മാന്റി ഇക്കാന്റി സ്പെഷ്യൽ ചക്ക കൂട്ടാൻ ഉണ്ടാക്കാൻ വേണ്ടിട്ട് പോവാണ് ഗൈസ്. അപ്പൊ ചമ്മന്തി ചെമ്മീനിട്ടിട്ട് ഗൈസ്. അല്ലോ അടി ചൂടുണ്ടിട്ട് അടി കണ്ടിതാക്ക് അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മളുള്ളത് ഒരു ഡേ ഇൻ ലൈഫാണ്. എന്താണെന്ന് വെച്ചാൽ ഇക്കയാണ് ഇന്ന് കിച്ചണിൽ കയറാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇക്കാക്ക് വലിയൊരു ആഗ്രഹം ഇന്ന് കൂട്ടാനൊക്കെ ഉണ്ടാക്കണത്. അപ്പോൾ അതിനിതാ നമ്മളെല്ലാവരും ഇതാ തോട്ടത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ആ ഒരു വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ. നമ്മളെ വീട്ടിൽ എല്ലാവരും കൂടി ഉള്ള ഒരു ഫുൾ ഡേ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ഇന്ന് ഇക്ക ലീവായപ്പോൾ ഇക്കാക്ക് വലിയൊരു ആഗ്രഹം ചക്ക കൂട്ടാൻ കഴിക്കണമെന്ന് അല്ലേ? എനിക്ക് ആഗ്രഹം ഉണ്ടോ ചക്കക്കൂട്ടാൻ കഴിക്കാൻ? അപ്പോൾ ഇവിടെ എല്ലാവർക്കും ഇന്ന് ചക്കക്കൂട്ടാൻ വേണമെന്ന് പറഞ്ഞിട്ട് ഇക്ക തന്നെ ചക്കക്കൂട്ടാൻ വെക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്ലാവിൽ ലാസ്റ്റിക്ക് 2 കൂടി ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇക്കത്തെ തള്ളിയിട്ടിട്ടുണ്ട്. പക്ഷെ നമ്മളെ തോട്ടത്തേക്കെല്ലാം വീണ് താഴെയുള്ള തോട്ടത്തിലാണ് വീണിട്ടുള്ളത്. അപ്പോൾ അതെടുക്കാൻ വേണ്ടിയിട്ട് ഇക്ക താഴോട്ട് പോയതാണ്. അപ്പോൾ ഇക്ക വന്നിട്ട് ഇക്കന്നെ ഒക്കെ അരിഞ്ഞ് തരാമെന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ഇക്ക തന്നെ ഉണ്ടാക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. എന്താ നമുക്ക് നോക്കട്ടെ. അപ്പോൾ ഇക്കാക്ക് കൊടുത്തൊരു ടാസ്ക് ആണെന്ന് ഇക്കാൻ്റെ വലിയ ആഗ്രഹമല്ലേ. അതുപോലെ നിങ്ങൾ ഉണ്ടാക്കിക്കോളൂ എന്ന് പറഞ്ഞിട്ട് ഇക്ക ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഇക്ക താഴെ എത്തിയിട്ടുണ്ട് തോട്ടത്തിൽ ചക്ക എടുക്കാൻ വേണ്ടിയിട്ട്. ഗൈസ് കിട്ടിയില്ലേക്കാ? അപ്പം എന്തൊക്കെ കിടഞ്ഞു അത് നല്ല ഉണ്ടെങ്കിൽ തോളാ ഈ ഇക്കാന്റി സ്പെഷ്യൽ ചക്ക കൂട്ടാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാണ് ഗൈസ്. അപ്പൊ എല്ലാവർക്കും ഒന്ന് ചക്ക കൂട്ടാൻ വേണമെന്നാണ്. അപ്പൊ എല്ലാവരും കൂടി ഉണ്ടാവും. നമ്മളിതാ അല്ല ഇമ്മമ്മയും ആ പാപ്പിയുടെ എങ്ങനെ ഉണ്ടാവും? അടിപൊളിയല്ലേ? ഉണക്കമീനും ഇന്ന് നമ്മൾ നൂറ്റാണ്ടുകൾക്ക് ന്യൂ ജനറേഷനിൽ നിന്നോ മാറ്റി പിടിക്കാൻ വേണ്ടി പോണ് ഗൈസ്. അപ്പൊ ഞാനും ഉമ്മയും ഒരു അടിപൊളി ഒരു വിഭവം ഉണ്ടാക്കുകയാണ് അല്ലേ? ചെമ്മീനിട്ടിട്ട് മാങ്ങാ ചമ്മന്തി. എങ്ങനെയുണ്ട്? 10 മണിയാകുമ്പോ നമ്മൾ കുടിക്കും. വേണ്ടവർക്ക് വന്നാല് 10:30 മുതൽ കൊടുക്കും. 10:30 മുതൽ 11 വരെ. പിന്നെ അടച്ച് അല്ല വേണ്ടവർ വന്നാല് ഫ്രീ ആയിട്ട് കൊടുക്കും അല്ലേ? പൈസ ഫ്രീ അല്ലല്ല, ഫ്രീ ആയിട്ട് നല്ല ടേസ്റ്റില്ല ഓരോ കയ്യില് ഇലയിൽ കൊടുക്കും. വായന്റെ ഇലയില് റുക്കിയാളു സ്പെഷ്യൽ ചക്ക കൂട്ടാൻ വായലയില്. മനസ്സിലായോ? വായലയില് ഗൈസ്. കുറച്ച് എന്റെ കുട്ടിന്റെ കയ്യിൽ അപ്പൊ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തത് ഹസ്മോന്റെ സുന്നത്ത് കല്യാണത്തിന്റെ തലേ ദിവസമാണ് കേട്ടോ. അപ്പൊ ആ വീഡിയോ നമ്മൾ സുന്നത്തിന്റെ വീഡിയോസ് ഒക്കെ ഇട്ട ടൈമിൽ 4 ദിവസം ഗ്യാപ്പിലാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ വിചാരിക്കരുത് ഹസ്മോൻ ഇതിൽ ഓടിച്ചാടി നടക്കുന്നുണ്ടല്ലോ എന്നുള്ള ഇത് വേണ്ട കേട്ടോ. അപ്പൊ അതിന്റെ തലേ ദിവസമാണ് നമ്മൾ ഈ ഒരു പരിപാടിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇക്ക എന്നെ മുൻകൈ എടുത്തിട്ട് എല്ലാ പരിപാടിയും സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ തന്നെ ചക്ക അരിയാ ചക്ക ഇതാക്കി തരാന്ന് പറഞ്ഞിട്ട് ഇക്കനായിട്ട് ഒരുവിധ ചക്കൻ്റെ എല്ലാ സംഭവം ചെയ്ത് തന്നിട്ട് ബാക്കി ഞാനും ഉമ്മ ഇതുപോലത്തെ ജസ്റ്റ് കൊത്തി എരിഞ്ഞ് ലെവലാക്കിയിട്ടുള്ളൂ. ബാക്കിയെല്ലാം ഇക്കയാന്ന് ചെയ്തിട്ടുള്ളത്. കാരണം ഇക്കാക്ക് ഉപ്പാക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നാടൻ വിഭവമാണ് അവർക്ക് ഏറ്റവും ഇഷ്ടം. അതിൽ കൂട്ടാനാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നമ്മളിതാ ഇക്കൊല്ലത്തെ ലാസ്റ്റത്തെ ചക്ക തന്നെ 2 ചക്ക തന്നെ ഉള്ളൂ. അപ്പം അത് ലെവലാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പം ഞാനിതാ ശ്രാമ്പിയേക്ക് പോവാണ്. അവിടെ ഒരാൾ നമ്മുടെ ക്രീമിന് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അവർക്ക് 2 ക്രീം വേണമെന്ന് പറഞ്ഞ് അത് കൊണ്ടുകൊടുക്കാൻ വേണ്ടി ഇന്ന് വണ്ടി എടുത്തിട്ടില്ല. നടന്ന് പോവാണ്ട് ഗൈസ്. ഇടയ്ക്ക് നടക്കാൻ ഞാൻ പ്രശ്നമാണ്. അപ്പം അതുകൊണ്ട് ഞാനിതാ നടന്ന് പോവാണ്. അപ്പോൾ ആളിതാ ശ്രാമ്പിയിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അവർക്ക് വേണ്ടി ക്രീം കൊണ്ട് നടക്കുകയാണ് കേട്ടോ. അപ്പം ആ ഒരു വഴിയിൽ ഇക്ക വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇക്കാരെ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് ഇക്കാൻ്റെ കൂടെയാണ് പിന്നെ ഇങ്ങോട്ട് വീട്ടിലേക്ക് പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാവർക്കും ഇപ്പൊ കഴിഞ്ഞിട്ടുള്ളൂ. കഴിഞ്ഞൊന്നുണ്ട് എല്ലാവർക്കും ഐസ് ആയില്ലേ? ഇപ്പൊ കഴിക്കാനല്ലേ പിന്നെ ഐസ് സംഘടിച്ച
പിന്നെ ഇതാ ചക്കയ്ക്ക് വേണ്ടിയിട്ടുള്ള അരപ്പൊക്കെ ഉമ്മ അവിടെ റെഡി ആക്കിയിട്ടുണ്ട്. തേങ്ങ ഞാൻ ചിരകി എടുത്ത് ബാക്കി അരപ്പൊക്കെയാണ് ഉമ്മ ഉണ്ടാക്കി. ചമ്മന്തി ഉണ്ടാക്കിയാണ് എളുപ്പത്തിലില്ലേ. ചെമ്മീൻ വറക്കാട്ട് പണിയെടുക്കണമെങ്കിൽ കുറച്ച് പണിയുണ്ട്. അപ്പം മാങ്ങയും തേങ്ങയും വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ടിട്ട് ചമ്മന്തി പൊടിച്ച് എല്ലാം പാടെ യോജിക്കുമ്പോൾ മറവി വരുവേ സ്പീഡിലെടുക്കുമ്പോഴേ പായത്തെ മാനിക്കണം ചെയ്യാം. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ നല്ല വൃത്തിയോട് കൂടി ഇരിക്കണമെങ്കിൽ പണിയുണ്ട്. ഒതുക്കി വെക്കലല്ല എന്റെ വൃത്തി. പ്രായം 90 ആയാലും പ്രവർത്തനം 16 ആണല്ലോ. പ്രവർത്തനം 16. അത് നോക്കണ്ട. തേങ്ങ, വെളുത്തുള്ളി, ചീരുള്ളി, നല്ല ചീര പറങ്ങി അരച്ച് വട്ടെ ഗൈസ്. ഇതാണ് നമ്മൾ ചക്കയ്ക്ക് ഇനി ഒഴിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന അരപ്പിട്ടോ. ഒരു തേങ്ങ ഉണ്ട്. കുറച്ച് പോരല്ലോ, 4 സ്പൂണൊന്നും പോരല്ലോ. ഇവിടെ 2 കയ്യില് 3 കയ്യില് ഇവിടെയൊക്കെ അധ്വാനിക്കുന്നവരല്ലേ. ഇവിടെ അധ്വാനം ചെയ്യുന്നവർക്ക് എല്ല് മുറിയെ പണി ചെയ്താൽ പല മുറിയെ. അപ്പൊ അമ്മയും മകളിതാ ഇതല്ല അറിയിട്ടല്ല വെള്ളം പാരും അയക്കാവില്ലേ. അയക്കായി അയച്ചറിയിട്ടല്ല ഐഡിയ. അപ്പൊ ഇവര് രണ്ടാളൂടെയാണ് ഇന്ന് അടുക്കളയിലുള്ള ഭരണം കേട്ടോ. കാരണം ഉമ്മാന്റെ സ്ഥാനത ഇക്കയുടെ ഇന്ന് എടുത്തിട്ടുണ്ട്. അപ്പൊ ഇക്കതാ ഓരോ കാര്യങ്ങൾ ഉമ്മാക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. പെട്ടെന്ന് നമ്മുടെ കുക്കറിന്റെ വിസിൽ അഴിക്കാൻ വേണ്ടി മുകളിൽ വെള്ളം ഒഴിച്ചാൽ മതി എന്നൊക്കെ ഓരോ ടിപ്സൊക്കെ ഉമ്മാക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അത് നമ്മുടെ ചക്കയുടെ അത് വേവ് ഏകദേശം ആയിട്ടുണ്ട്. പിന്നെ അതാ ഇക്ക അതിലേക്ക് അരപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറെ വീഡിയോയിൽ കാണിച്ച ടൈമിൽ ഒരിടത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ മഞ്ഞൾപ്പൊടി ഇടൂലെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മളിവിടെ മഞ്ഞൾപ്പൊടി ഇടൽ വളരെ കുറവാണ്. അതിലേറെ എനിക്ക് തോന്നുന്നത് ചീരാപ്പറങ്കിയൊക്കെ ഇട്ട് ഇതുപോലെ അരച്ചെടുക്കുന്നതാണ് എനിക്ക് ഇഷ്ടമായിട്ട് തോന്നിയത് കേട്ടോ. അപ്പം നമ്മളിതാ ഇന്നൊരു കൂട്ടാൻ തന്നെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പം നമ്മുടെ ഫാമിലിയിൽ ഒഴിവുള്ള ദിവസം ഇതുപോലെ ഭയങ്കര എല്ലാവരോടായിട്ട് ഭയങ്കര എന്തെങ്കിലുമൊക്കെ ആയിട്ട് ചെയ്തുകൊണ്ട് കിട്ടും. ഭയങ്കര രസമാണ് കേട്ടോ. കാരണം സൺഡേ എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്പെഷ്യലാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. കാരണം ഇക്കും എല്ലാവരും വീട്ടിലുള്ള ദിവസമാണ്. അന്ന് നമ്മൾ കൂടുതൽ ഇങ്ങോട്ട് പുറത്തൊന്നും പോകാറില്ല. ഇത് രാവിലെ ടൈമല്ലോ ഒന്ന് കേട്ടോ. നമ്മൾ വീട്ടിൽ തന്നെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്ത് ഇങ്ങനെ എൻജോയ് ചെയ്ത് നിൽക്കലാണ്. അസു എപ്പോഴും പറയില്ല പപ്പൻ്റെയും എൻ്റെ ദിവസമാണ് സൺഡേ എന്നാണ് പറയില്ല. അത്രയും നല്ലൊരു കളർഫുള്ളായിട്ടാണ് നമ്മളെ വീട്ടിലിങ്ങനെ ഓരോ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ളതൊക്കെ ഉണ്ടാക്കിയിട്ടും അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ രസമായിട്ട് ഇരിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ സൺഡേയും ഇതാ നല്ല അടിപൊളിയാക്കിയിട്ടുണ്ടായിരുന്നു. ചൂടായി ഓടിയാണ് തേങ്ങ ഒരു ഓണൊക്കെ ഇങ്ങനെ ഉണ്ടാക്കാം. നിങ്ങൾ ഉണ്ടാക്കിയോണ്ടല്ല നിങ്ങളും ഉണ്ടാക്കിയോണ്ടല്ല അല്ലാതെ പറയും ടേസ്റ്റ് ഉണ്ടാവും. ഒരു രക്ഷയില്ലല്ലേ. പിന്നെ ഉമ്മാൻ്റെ സ്പെഷ്യൽ ആയിട്ടുള്ള ചമ്മന്തി ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. മാങ്ങയൊക്കെ ഇട്ടിട്ടുണ്ടോ. നല്ല ടേസ്റ്റുള്ളൊരു ചമ്മന്തി തന്നെയാണ്. പിന്നെ അത് ഉമ്മ എല്ലാവർക്കും ഉള്ളത് ഓരോ പാത്രത്തിലാക്കിയിട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് ഇതാ ചെമ്പട്ടിയിൽ ജസ്റ്റ് ആക്കിയിട്ട് ഓരോ പാത്രത്തിലാക്കി നല്ല രീതിയിലാക്കി വെക്കുന്നുണ്ട്. കാരണം നല്ല ചൂടല്ലേ, എല്ലാവരും വെയിറ്റ് ചെയ്യാണ് ചക്കക്കൂട്ടാൻ കഴിക്കാൻ. അപ്പോൾ വെട്ടൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് ഇതാ എല്ലാവരും പ്ലേറ്റിലും ആക്കിയിട്ട് ഇങ്ങനെ നിരത്തി വെച്ചിട്ട് ഫാൻ ഇട്ട് ഇങ്ങനെ വെച്ചതാണ് കേട്ടോ എല്ലാവരും കൂടി കഴിക്കാൻ വേണ്ടിയിട്ട്. നല്ല കൊതിയായിട്ടതാ പറഞ്ഞല്ലേ എല്ലാത്തിലും കൂടി അങ്ങനെ നടക്കൂലേ വെട്ടിട്ടാലേ വലിച്ചിട്ട് അവിടെ പോത്തണ പോലെ എനിക്ക് നല്ല ആഗ്രഹമില്ലേ. അപ്പൊ ആ ഒരു അരത്തിലെന്റെ പണിയെടുത്താൽ അത് കഴിയും. അപ്പോൾ ഇത് നമ്മളെല്ലാവരും കൂടി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുക കേട്ടോ. ഉമ്മ പിന്നെ നമ്മളെ കൂടെ ചിലപ്പോൾ ഇരിക്കൂല. കാരണം ഉമ്മക്ക് ഓരോ സാധനങ്ങൾ നമുക്ക് ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ കൊണ്ട് തരേണ്ടി വരും. ആൾക്ക് ഇരിക്കാൻ ലാസ്റ്റ് ഇരിക്കുള്ളൂ കേട്ടോ. എല്ലാ സംഭവവും മുന്നിലെത്താൻ വേണ്ടിയിട്ട് ഇനി എന്തെങ്കിലും വിട്ടിട്ടുണ്ടോ എന്ന് വീണ്ടും വീണ്ടും നോക്കിയിട്ട് ഓരോ സംഭവങ്ങൾ ഇടയ്ക്ക് ഇങ്ങനെ കൊണ്ട് തരും കേട്ടോ. പിന്നെ ലാസ്റ്റ് ഉമ്മ ഇരിക്കാറുള്ളൂ കേട്ടോ. ഈ തെറ്റൊന്നായില്ല. ഞാൻ 2 ഐസ് കഴിച്ചു ഇവിടെ തെറ്റില്ലാട്ടോ ഗൈസ്. കണ്ടില്ല ഇപ്പൊ ആള് വന്നിട്ടുണ്ട്. ഇങ്ങോട്ട് നോക്കൂല. ഞാൻ കൊറിയർ അയച്ചു വരുമ്പോ എന്താ കൊണ്ടത്? ഒരു ഐസ് കൊണ്ടതിന്റെ പകരം പറ്റുമോ? ലാസ്റ്റ് അതേ ഐസ വേണ്ടിയേ? അങ്ങനെ തന്നെ വേണോ? ആയിക്കോട്ടെ ഞാൻ കൊണ്ടത്. ഞാൻ കഴിച്ചത് എങ്ങനെയാണ് ചക്കക്കൂട്ടാൻ ഇന്നത്തെ
ഞാൻ ഉണ്ടായോണ്ട് വലിയ പറയല്ല, ഇന്ന് മൂപ്പായില്ല, തേങ്ങ പോരാ, കുറച്ച് കുറവല്ലേ, ടേസ്റ്റ് കുറവന്നെയാണ്. പറഞ്ഞാൽ തിന്നാട്ട് നല്ല രസം തരടാ, നല്ല രസം തറി. അത് വീടെടുത്താ ഉമ്മ നമ്മക്ക് പാരക്കാണ് രസമാണ്. ഉമ്മ ഉണ്ടാക്കിയാൽ നല്ല രസം ഉണ്ടാവുന്നില്ലേ ആ ഒരു വെപ്പം. രണ്ട് കയ്യിലിട്ടോണ്ട് നിങ്ങള് കേറിയിട്ടാടാ അടുക്കള വരെ ഇഷ്ടപ്പെട്ടില്ല. നിങ്ങളെ തരണല്ലേ അമ്മായിമ്മ വിട്ടുതല്ല, അമ്മായിമ്മ വിട്ടുതരൂല. ഞാനിതാ കൊറിയർ അയക്കാൻ വേണ്ടിയിട്ട് പോവാണ്. നമ്മളെ ഡ്രസ്സ് ഉണ്ട്, ക്രീമിൻ്റെ ഓർഡേഴ്സ് കുറേ വന്നിട്ടുണ്ട്, അത് അയക്കാം കേട്ടോ. അമ്മ ഇതെന്താ അത്രയും ബുദ്ധിമുട്ടായി ഉണ്ടാക്കിയല്ലേ. അപ്പം ഞാൻ ഈ കൂട്ടാനും കൊണ്ടിപ്പോൾ എൻ്റെ വീട്ടിലേക്ക് ഞാൻ പോണല്ലേ, ഞാൻ കൊറിയർ അയക്കാൻ പോവാ. എന്നാ ഞാൻ പോയി തരാം. കൂട്ടാൻ വീട്ടിൽ കൊടുക്കണാണ് തന്നിട്ടുണ്ട്, ഇത് കൊണ്ട് ഞാൻ പോവാണ് ഗൈസ്. അപ്പോൾ പോസ്റ്റ് ഓഫീസിൽ പോകുന്നതിന് മുന്നേ തന്നെ എൻ്റെ വീട്ടിൽ പോയിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ പോയ പിന്നെ കിച്ചണിൽ എന്താ ഉമ്മാൻ്റെ സ്പെഷ്യൽ ഉണ്ടെന്ന് നോക്കും. അപ്പോൾ ഇന്ന് നല്ല ചിക്കൻ ഫ്രൈ ചെയ്തിട്ടുണ്ടായിട്ടോ. അപ്പോൾ അതൊന്നും നോക്കിയില്ല, അതെടുത്ത് അങ്ങോട്ട് കഴിച്ചിട്ടോ. ഞാൻ എൻ്റെ വീട്ടിൽ പോയാൽ ആദ്യം കേരള കിച്ചണിലാണ്. എന്തെങ്കിലും ഉമ്മാൻ്റെ സ്പെഷ്യൽ ഉണ്ടെങ്കിൽ അത് കഴിച്ചിട്ടാണ് ഞാൻ പോകാറുള്ളൂ. ഇനി വയറെത്ര ഫില്ലായാലും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഉമ്മാൻ്റെ സ്പെഷ്യൽ മാങ്ങയുടെ ഒരു സംഭവം ഉണ്ടാക്കിയിട്ടുണ്ടോ. ഞാൻ എൻ്റെ വീട്ടിൽ പോയി വന്നപ്പോൾ ഇത് അടിപൊളി. ഇതെന്താ സംഭവം അമ്മ? മാങ്ങ വേവിച്ചെക്കുക, ഉലുവയും കടുകും കരിവേപ്പൊക്കെ ഇട്ട് വറവിടുക, കുറച്ച് ശർക്കരയും മാങ്ങ. ഒരു രക്ഷയില്ലട്ടോ മക്കളെ, അടിപൊളിയാണ്. മാങ്ങ തോല് വടക്ക അല്ലെങ്കിൽ കഴുകി വറുത്തിട്ട് മാങ്ങന്റെ കൂട്ടാൻ തന്നെ. മാങ്ങ കൂട്ടാനാണ് കഴിക്കുന്നത്. ഉലുവയും കരിവേപ്പിട്ട് വറവിടുക, കുറച്ച് പഞ്ചസാര. അപ്പം ഇന്ന് ഉച്ചക്ക് ഞാൻ ഇതാട്ടോ കഴിക്കുന്നത്. എനിക്ക് ചോറൊന്നും വേണ്ട, എനിക്ക് ഉമ്മാൻ്റെ മാങ്ങ കൂട്ടാൻ കണ്ടപ്പോൾ അത് മതി. ഞാൻ വെയിറ്റ് ചെയ്തൊക്കെയാ നിങ്ങൾ ചോറുന്നാനേ. എനിക്ക് ചോറാണ്ട്, എനിക്ക് നിങ്ങളെ മാങ്ങ എനിക്ക് വേണ്ട, എനിക്ക് ചക്കക്കൂട്ടാനൊന്നും വേണ്ട, എനിക്ക് അതൊന്നും വേണ്ട, എനിക്ക് നിങ്ങളെ മാങ്ങയുടെ ഈ ഒരു സംഭവം മതി. ആ അമ്മയുടെ സ്പെഷ്യൽ മാങ്ങയുടെ റെസിപ്പി ആട്ടോ. കടകും ഉലുവ കരിവേപ്പിട്ട് വറവിട്ടിട്ട് വെളിച്ചെണ്ണ വറവിട്ടിട്ട് മാങ്ങയൊക്കെ ഇട്ട് കുറച്ച് വെള്ളം പറഞ്ഞ് മഞ്ഞൾപ്പൊടി മുളകും പൊടി ശർക്കര ഒക്കെ പറഞ്ഞിട്ട് കുക്കറിൽ അടച്ച് വെച്ച് 3-4 വിസിൽ. തോലടക്കം വേവണ്ടേ, എന്നിട്ടുണ്ട് ഉടഞ്ഞ് മത്തൻ കൂട്ടാനായി. മത്തൻ കൂട്ടാനല്ല, മാങ്ങ കൂട്ടാൻ മത്തൻ കൂട്ടാനായി. അത്രേ ഉള്ളു. അപ്പൊ ഞാൻ ഇതാട്ടെ കഴിക്കുന്ന ഗൈസ്. ചനച്ച മാങ്ങയല്ലേ. അപ്പൊ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് പോയി വന്നിട്ട് ഡ്രസ്സോടെ മാറ്റി വെച്ചിട്ടില്ല. അവിടെ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടുണ്ട്, അതൊക്കെ വല്ല പെറുക്കി കഴിച്ച് അങ്ങോട്ട് പോകുന്നു. അപ്പോൾ ഞാൻ ഡ്രസ്സ് വരെ മാറ്റി വെക്കാതെ ഉമ്മയുടെ സ്പെഷ്യൽ സംഭവം കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുക അമ്മാൻ്റെ കൂടെ. ഇല്ല, ഇത് കഴിച്ചിട്ടേ വേറെ കാര്യമുള്ളൂ. ലാസ്റ്റ് കഴിക്കലുണ്ട്. ഞാൻ ഫസ്റ്റ് അങ്ങനത്തെ കഴിക്കല്.